നിലവിൽ തോട്ടം മേഖലയിൽ കടുവയുടെയും ആനയുടെയും പുലിയുടെ ശല്യമെല്ലാം തന്നെ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഒരു കരടി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനൊരു ഫോട്ടോയെല്ലാം സോഷ്യൽ മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരണമായിരുന്നു. അപ്പോൾ ഈ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നീടാണ് അത് മനസ്സിലായത് അതൊരു AI ക്രിയേഷനാണ്. ഈ ഫോട്ടോ എടുത്ത് ആരാണ്ട് AI ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു കരടി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ പല മാധ്യമങ്ങൾ വഴി വന്നു. ഇവിടെ ഈ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയന്നു എന്ന് വേണം പറയാം, അല്ലേ? അതെ അതെ, ഇവിടെ പേടിയായിരുന്നു. ആദ്യം എന്നെ വിളിക്കുന്നത് ഇവിടുത്തെ മെമ്പർ ശിവകുമാറാണ്. അണ്ണൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ പുറത്താണ്, കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടെ കയറി വരാൻ പേടിച്ചു. വീട്ടിൽ വിളിച്ചു, ഇങ്ങനെ കരടി ഉള്ളതായിട്ട് പറയുന്നു, പുറത്തിറങ്ങരുത്, ഒരു ലൈറ്റും എൻ്റെ മകനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്താണ് പിന്നെ ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് അങ്ങനെ ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അത് സത്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടി. കാരണം ഇവിടെ ആനയുണ്ട്, ഇവിടെ പുലിയുണ്ട്, മറ്റ് മൃഗശല്യമുള്ള ഒരു സ്ഥലത്താണ്. ഇങ്ങനെ ഇതും കൂടി കേട്ടപ്പോൾ ആകെ തളർന്നുപോയി. യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ല, അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. ഇന്നലെ അതുകൊണ്ട് നേരത്തെ വീട്ടിൽ കയറിയില്ലേ? ഇന്നലെ അതുകൊണ്ട് നേരത്തെ വീട്ടിൽ കയറി എന്നോട് പറഞ്ഞു, ദയവേത് ഇനി നേരത്തെ പോലെ 10 മണി 12 മണിക്ക് ഇവിടെ വരണത് 6 മണിക്ക് തന്നെ വീട്ടിൽ വരണം എന്ന് എൻ്റെ വീട്ടിൽ പേടിച്ച് പറഞ്ഞിരിക്കുക. ഏതായാലും വനംവകുപ്പ് ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും വനംവകുപ്പിന്റെ വിശദീകരണം കൂടെ നമുക്ക് തേടേണ്ടിയിരിക്കുന്നു. ഏതായാലും വനംവകുപ്പ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പം വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു, ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പം നമ്മൾ അതിൻ്റെ തുടർ നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. ഏതായാലും വനംവകുപ്പിന്റെ വിസ്തീർണത്തിൽ ഈ വ്യാജപ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.